കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആളുകൾ ഈ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ എടുക്കുന്ന റെമഡിയാണ് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം പ്രശ്നങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നൊരു കാര്യം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ്സ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നം കുടലിലും അതുപോലെ തലച്ചോറിനും ഉണ്ടാകും. കാരണം കുടലും തലച്ചോറും ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെർവ് മുഖേന, അതായത് നാഡികൾ മുഖേന നമ്മുടെ കുടലും തലച്ചോറും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തലച്ചോറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുടലിൽ റിഫ്ലക്റ്റ് ചെയ്യും. സ്ട്രെസ്സ് ഒരു തലച്ചോറിന് ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ കുടലിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനും നമ്മൾ സപ്ലിമെൻ്റൊക്കെ എടുത്തുണ്ടാക്കിയിട്ടുള്ള ആ നല്ല ബാക്ടീരിയകൾ വീണ്ടും നശിച്ചു പോവുകയും ചീത്ത ബാക്ടീരിയകൾ അവിടെ വളരാനും ഒരു കാരണമാവുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, നാച്ചുറൽ റെമഡികളിലൂടെ എങ്ങനെയാണ് നമ്മുടെ കുടലിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.